ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. റംലാൻ കരീം. അപ്പോൾ നോമ്പായതിന് ശേഷം ആദ്യത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ അത്. ഞാനിന്നൊരു മട്ടൺ ഷോർബയുടെ റെസിപ്പിയാണ് ചെയ്ത് കാണിക്കുന്നത്. ഇത് അറബികളുടെ ഒരു മെയിൻ ഇഫ്താർ വിഭവമാണ്. നല്ല ടേസ്റ്റാണ്, അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണിത്. നമുക്ക് ചിക്കനിലും ചെയ്യാൻ പറ്റും. ഞാനിന്ന് മട്ടണിലാണ് ചെയ്ത് കാണിക്കുന്നത്. നല്ല ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. നമുക്ക് തരിക്കഞ്ഞിക്കൊക്കെ പകരം കുടിക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ് കേട്ടോ. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ആദ്യം തന്നെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു മീഡിയം സൈസ് ഉള്ളി ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 200 ഗ്രാം മട്ടനിലാണ് ഈ ഷോർബ റെഡിയാക്കി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഉള്ളിയുടെ ആവശ്യം വരുന്നുള്ളൂ. ഇനി ഇതൊരുപാട് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്നവരെ ഇതൊന്ന് വഴറ്റി കൊടുക്കാം. നിങ്ങൾക്ക് ഈ ഓയിലിന് പകരം ബട്ടറോ നെയ്യോ യൂസ് ചെയ്യാം കേട്ടോ. വെളിച്ചെണ്ണ അല്ലാത്ത ഏത് ഓയിലിലും നിങ്ങൾക്കത് ചെയ്തെടുക്കാൻ പറ്റും. വെളിച്ചെണ്ണയിൽ ചെയ്യുകയാണെങ്കിൽ വെളിച്ചെണ്ണയുടെ ആ ഒരു ടേസ്റ്റ് ആവും മുന്നിൽ നിൽക്കുക കേട്ടോ. അതുകൊണ്ട് വെളിച്ചെണ്ണ ഒഴിവാക്കുക. വളരെ പെട്ടെന്ന് തന്നെ ആവും കേട്ടോ. മട്ടൺ ആയതുകൊണ്ട് തന്നെയാണ് ഞാനിത് കുക്കറിൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ സാധാരണ ഏതെങ്കിലും പാത്രത്തിൽ ചെയ്താൽ മതി. മട്ടനാകുമ്പോൾ കുക്കറിലാകുമ്പോഴേ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇഞ്ചി ചേർക്കണില്ല കേട്ടോ. വെളുത്തുള്ളി മാത്രമേ ചേർക്കണുള്ളൂ. ഇനി ഒരു വെളുത്തുള്ളിയുടെ പച്ചമണം മാറുന്ന വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 തക്കാളി അരച്ച് പേസ്റ്റാക്കി എടുത്തിട്ടുള്ളതാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഈ തക്കാളി ചെറുതാക്കി അരിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ചേർക്കാം. തക്കാളി അരച്ചിട്ട് ചേർക്കണമെങ്കിൽ അതാണ് നല്ലത് കേട്ടോ. ആ ഒരു പീസൊന്നും ഇല്ലാതെ നമുക്ക് നല്ല ഒരു തിക്കായിട്ടുള്ളൊരു ഇത് കിട്ടും. മറ്റേത് നമുക്ക് ആ ഒരു കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ കിടക്കുതില്ലേ. ഇനി ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂണോളം നമ്മൾ ടൊമാറ്റോ പേസ്റ്റാണ് ചേർക്കുന്നത്. ടൊമാറ്റോ പേസ്റ്റിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിച്ചാലും മതി. ഇത് ചേർക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റും കിട്ടും, അതുപോലെ തന്നെ നല്ലൊരു കളറും കിട്ടും കേട്ടോ. ഇത് ഒറിജിനൽ റെസിപ്പിയിൽ ഇത് ചേർക്കുന്നുണ്ട്, ടൊമാറ്റോ പേസ്റ്റ് ചേർക്കാറുണ്ട്. അപ്പോൾ ഇത് വീട്ടിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഷ്ണം പട്ട, അതുപോലെ തന്നെ ഒരു ബേ ലീഫ്, 2 ഏലക്കായ, അതുപോലെ 2 ഗ്രാമ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളിതൊന്നും പൊടിച്ചിട്ട് ചേർക്കരുത് കേട്ടോ. ഇതൊക്കെ അതുപോലെ തന്നെ മുഴുവനായിട്ട് തന്നെ ചേർക്കുക. പൊടിച്ച് ചേർക്കുന്ന സമയത്ത് ആ ഒരു മസാലയുടെ ഫ്ലേവർ ഒരുപാടായി പോവും. ഇനി ഇതിലേക്ക് ഉണങ്ങിയ നാരങ്ങയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മസാല ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് മട്ടൺ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ മട്ടനാണേലും ചിക്കനാണേലും ഒക്കെ നമ്മൾ എല്ലോട് കൂടിയിട്ടുള്ള പീസുകൾ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. സൂപ്പിലൊക്കെ നമ്മൾ അങ്ങനെയല്ലേ, എല്ലോട് കൂടിയിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. അങ്ങനെ ആകുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഞാനിവിടെ 3 പീസ് മട്ടനാണ് എടുത്തിട്ടുള്ളത്. എല്ലുള്ള ഭാഗം തന്നെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ചിക്കനിലും ചെയ്യാൻ പറ്റും. മട്ടണിന് പകരം ചിക്കനാക്കിയാൽ മതി. പിന്നെ വേവിക്കുന്ന ടൈമിൽ കുറച്ച് വ്യത്യാസം കാണുള്ളൂ. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് നമുക്ക് ലാസ്റ്റ് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഇപ്പോൾ കുറച്ച് ചേർത്തിട്ട് വേണമെങ്കിൽ നോക്കിയിട്ട് ലാസ്റ്റ് ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കൊന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഗ്ലാസ്സിന് അളന്നിട്ട് വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കുക. എത്ര ഗ്ലാസ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഒഴിക്കാം. ഞാനിപ്പോൾ ഈ ഒരു മട്ടൺ മുങ്ങിക്കിടക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളൊരു ഗ്ലാസ്സിൽ കൂടുതലൊന്നും ആരും കുടിക്കൂല, അല്ലെങ്കിൽ ഒരു ചെറിയ ബൗളിനൊക്കെ കണക്കാക്കിയിട്ടല്ലേ കുടിക്കുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഈ ഒരു ഇറച്ചി വേവാനുള്ളൊരു സമയം കൊടുക്കുക കേട്ടോ. പല കുക്കറും പല ടൈമായിരിക്കും. അപ്പോൾ ഇത് വേവട്ടെ. ഇനി വെന്തതിന് ശേഷം നമ്മൾ പ്രഷർ മൊത്തം പോയതിന് ശേഷമാണ് ഇപ്പോൾ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ മട്ടനൊക്കെ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇതിന്. നമ്മുടെ ഒരു അറേബ്യൻ റൈസിൻ്റെ ഒക്കെ ഒരു സ്മെല്ലാണ് ആ ഒരു മസാലയൊക്കെ. ഇനി ഇതിലേക്ക് നമ്മൾ വൈറ്റ് ഓട്സാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ ഓട്സാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഗോതമ്പ് നുറുക്കലും ചെയ്യാൻ പറ്റും കേട്ടോ. ഈ നുറുക്ക് ഗോതമ്പ് വാങ്ങിക്കൂലേ, അത് നമ്മൾ ഈ മട്ടൺ വേവിക്കുന്ന സമയത്ത് തന്നെ ഗോതമ്പും കൂടെ അതിൻ്റെ കൂടെ വേവിച്ചെടുത്താൽ മതി. ഓട്സിലാവുമ്പോൾ കുറച്ചും കൂടെ ഈസിയാണ്.
ഇനി ഓട്സ് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരണം. ഒരുപാട് കട്ടിയായി പോകരുത് കേട്ടോ ഷോർബ. നമുക്കിങ്ങനെ കോരി കുടിക്കണ ആ ഒരു പാകത്തിനാക്കിയിട്ടേ എടുക്കാൻ പാടുള്ളൂ. ഒരുപാട് കട്ടിയായി കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് മാറും, അതുപോലെ തന്നെ ആ ഒരു അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി മൊത്തം മാറിപ്പോവും. ഇനി നന്നായിട്ട് തന്നെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു നാരങ്ങയൊക്കെ എടുത്ത് മാറ്റട്ടോ. സെർവ് ചെയ്യുന്ന സമയത്ത് ബേ ലീഫൊക്കെ നിങ്ങൾ എടുത്ത് മാറ്റണം, ഇല്ലെങ്കിൽ കുടിക്കുമ്പോൾ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ നന്നായിട്ട് തന്നെ കുറുകി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചിട്ടുള്ളതാണ് കേട്ടോ. ചെറിയ ജീരകം എന്ന് പറഞ്ഞാൽ നല്ല ജീരകം, അത് വറുത്ത് പൊടിച്ചത് 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റങ്ങളൊക്കെ വരുത്താം. ഒരുപാട് കുരുമുളക് പൊടി കുറച്ചും കൂടെ ഒക്കെ കൂടുതൽ ഇട്ട് കൊടുക്കണമെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ കുറച്ച് ലൂസായിട്ടാണെങ്കിലും ഒന്ന് തണുക്കുന്ന സമയത്ത് അത്യാവശ്യം ഒന്ന് കട്ടിയായിട്ട് തന്നെ വരും കേട്ടോ. അത് ഓട്സ് ആയത് കാരണം തന്നെ. അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. ഇപ്പോൾ ചൂടോട് കൂടി തന്നെ നമുക്ക് ഷോർബ സെർവ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഷോർബ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ കുടിക്കാൻ നല്ലതാണ് കേട്ടോ. തരിക്കഞ്ഞിക്കൊക്കെ പകരം നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഇപ്പോൾ ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക കേട്ടോ. ഇനി മട്ടൻ കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിക്കനിൽ ചെയ്താൽ മതി. അപ്പോൾ കുറച്ച് മല്ലിയിലും കൂടെ ഇട്ടിട്ട് നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് അങ്ങനെ ചെയ്യാം. അതിൻ്റെ ആവശ്യമില്ല, അത് അത്യാവശ്യം പുളിപ്പുള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യാം. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.